ടണൽ അഗ്രോഫാം നഴ്സറി ചെറുവാഞ്ചേരി. വാർത്തകൾ വിശദമായി. ഇന്ത്യയുടെ LPG ഇറക്കുമതിയിൽ വലിയ ഇടിവ് രേഖപ്പെടുത്തി. ഈ ആഴ്ചയിലെ ഇറക്കുമതി 2,65,000 ടണ്ണായി കുറഞ്ഞു. മാർച്ച് 5-ലെ 3,22,000 ടണ്ണിൽ നിന്നാണ് ഈ ഇടിവ് കാണാനാവുന്നത്. മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഗ്യാസ് എത്തിക്കാനുള്ള ശ്രമവും ആരംഭിച്ചു കഴിഞ്ഞു. എന്നാൽ ഗൾഫ് മേഖലയിൽ നിന്നുള്ളതിനേക്കാൾ കൂടുതൽ സമയം എടുക്കുമെന്നാണ് വലിയ പ്രതിസന്ധി. പശ്ചിമേഷ്യയിൽ നിന്നുള്ള LPG ഇറക്കുമതി 89,000 ടണ്ണായി കുറഞ്ഞു. 2026 ജനുവരിക്ക് ശേഷമുള്ള ഏറ്റവും കുറഞ്ഞ നിലയാണിത്. അതേസമയം മറ്റ് പ്രദേശങ്ങളിൽ നിന്ന് വരുന്ന LPG 1,76,000 ടണ്ണായി ഉയർന്നു. പ്രധാനമായും അമേരിക്കയിൽ നിന്നാണ് ഈ ആഴ്ച LPG ലഭിച്ചത്. മുൻ ആഴ്ചയിൽ ഇന്ത്യയുടെ LPG ഇറക്കുമതിയുടെ 100% പശ്ചിമേഷ്യയിൽ നിന്നായിരുന്നു. 2026 ഇന്ത്യ ഏകദേശം 2.2 മില്യൺ ടൺ LPG അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ. ഇപ്പോൾ അമേരിക്കയിൽ നിന്നുള്ള ഇറക്കുമതി പശ്ചിമേഷ്യൻ രാജ്യങ്ങളെക്കാൾ കൂടുതലായി ഉയർന്നു. അമേരിക്കയിൽ നിന്ന് ചില LPG കപ്പലുകൾ ഇതിനകം രാജ്യത്ത് എത്തിയതായി പെട്രോളിയം മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴത്തെ പ്രതിസന്ധി മറികടക്കാൻ സാധിക്കുന്ന അത്രയും ലഭ്യമായോ എന്ന് വ്യക്തമല്ല. പ്രതിസന്ധി തുടരുന്നതിനാൽ റഷ്യ, ജപ്പാൻ ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് LPG ഉറപ്പാക്കാൻ ഇന്ത്യ ശ്രമിക്കുകയാണ്. ഹോർമുസ് കടലൊടുക്ക് വഴിയുള്ള വിതരണം തടസ്സം പരിഹരിക്കാൻ എണ്ണ റിഫൈനറികൾ മറ്റ് രാജ്യങ്ങളിലെ വിതരണക്കാരുമായി ചർച്ച നടത്തി വരികയാണ്. പശ്ചിമേഷ്യയിൽ നിന്ന് LPG ഇന്ത്യയിലെത്താൻ 7 മുതൽ 8 ദിവസമാണ് സമയമെടുക്കുക. അമേരിക്കയിൽ നിന്നാണെങ്കിൽ ഏകദേശം 45 ദിവസം വേണ്ടിവരും. റഷ്യയിൽ നിന്നും ജപ്പാനിൽ നിന്നും വരുന്ന കപ്പലുകൾ ഏകദേശം 35 മുതൽ 40 ദിവസവും വേണ്ടിവരുമെന്നതാണ് നിലവിലെ പ്രതിസന്ധി രൂക്ഷമാകുന്നതിന് പ്രധാന കാരണം. ഇന്ത്യയുടെ LPG ആവശ്യകതയുടെ ഏകദേശം 60% ഇറക്കുമതി ചെയ്യുകയാണ്. അതിലെ 90% പശ്ചിമേഷ്യയിൽ നിന്നാണ് ലഭിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ഗ്രാമിക ന്യൂസ്. നിങ്ങളുടെ വീട് നിങ്ങളുടെ അഭിമാനം, ഒപ്പം ഞങ്ങളുടെയും. വീടും പരിസരവും പ്രകൃതിയുടെ വൈവിധ്യം കൊണ്ട് സമ്പന്നമാക്കാൻ ടണൽ അഗ്രോഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി. ബോൺസായി, ഓർണമെന്റൽ, എക്സോട്ടിക്, ഇൻഡോർ, ഔട്ട്ഡോർ ഫ്രൂട്ട് പ്ലാന്റുകളുടെ വിപുലമായ ശേഖരം. ലാൻഡ്സ്കേപ്പിംഗ്, ഡിസൈനിംഗ് ആൻഡ് ഗാർഡനിംഗ് രംഗത്ത് വിദഗ്ധരുടെ സേവനം. ഇനി നിങ്ങളുടെ പൂന്തോട്ടം മനസ്സുപോലെ മനോഹരം. The biggest nursery in Kannur district since 1997, approved by Government of Kerala.